ഒരു നാട് പിടിച്ചടക്കി കഴിഞ്ഞാൽ പിന്നെ ദിവസങ്ങളോളം, ചില സൈന്യം 3 ദിവസം, ചില സൈന്യം 7 ദിവസം, ചില സൈന്യം 1 മാസം ഒക്കെ, അതായത് കമാൻഡർമാർ സൈന്യത്തോട് ചോദ്യം ചെയ്യില്ല. അവർക്ക് ഏത് വീട്ടിൽ കയറാം, ഏത് പെണ്ണിനെ ബലാത്സംഗം ചെയ്യാം. ഒരു യുദ്ധം കഴിയുമ്പോൾ അതിലെൻ്റെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കാം സ്ത്രീകളാണ്. ഏത് കാലം അങ്ങനെ, അതിൻ്റെ ചരിത്രമൊക്കെ വായിച്ചാൽ നമ്മൾ കരഞ്ഞ് പൊട്ടി കരഞ്ഞു പോകും. അത് ഇന്നും അങ്ങനെയാണ്, ഇന്നും. ഇപ്പോൾ 2000-ന് ശേഷം നടന്ന അമേരിക്കയുടെ നരനായാട്ട് എന്താ അതൊക്കെ പറയുക. ഏറനാടും വെള്ളുവനാടും ഒക്കെ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ കയ്യിൽ തിരിച്ചു വന്നപ്പോൾ ആയിരക്കണക്കായ മുസ്ലിം വീടുകളിൽ കയറിയിട്ട് അവർ ബലാത്സംഗം ചെയ്തു. അതിൻ്റെ പേരിൽ നാട്ടിക്കൂട്ടി തോന്നിയാസമൊക്കെയും കണക്കില്ല. എന്തൊരു പ്രശ്നം ഉണ്ടായാലും അനുഭവിക്കൽ പെണ്ണുങ്ങളാണ്. അവിടെയാണ് ഒരു മനുഷ്യൻ മാന്യതയുടെ അവസാനം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ 19, 20 നൂറ്റാണ്ടുകളിൽ വരെ പെണ്ണുങ്ങൾ കാമുകനായി കണ്ടിട്ടുണ്ട്. ആരെ ചരിത്രം ഞാൻ പറയാം, കാമുകനായി കാണാം എന്ന് 12-ാം നൂറ്റാണ്ടിൽ മരിച്ചുപോയ മനുഷ്യൻ സലാഹുദ്ദീൻ്റെ കാമുകിയായി ജീവിക്കാം യൂറോപ്യൻ പെണ്ണുങ്ങൾ. 20-ാം നൂറ്റാണ്ടിൽ ഇങ്ങനത്തെ സംഭവമുണ്ട്. ആ പെണ്ണിന് സലാഹുദ്ദീനാണ് അവളുടെ മനസ്സിലെ കാമുകൻ. ആരാണ്? സലാഹുദ്ദീൻ എന്ന് മരിച്ചിട്ടുണ്ട്, 12-ാം നൂറ്റാണ്ട് മരിച്ചു. കുരിശുദ്ധ ചരിത്ര സംഭവത്തിൽ നടന്ന ചില സംഭവങ്ങൾ യൂറോപ്യന്മാർ തന്നെ എഴുതി വെച്ച അത്ഭുതകരമായ ചില ചരിത്ര സാക്ഷ്യങ്ങൾ കാണാം. പലരും എഴുതി വെച്ച പല ചരിത്ര സാക്ഷ്യങ്ങൾ. ഉദാഹരണം പറയാം. ഒരു രാത്രിയിൽ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ, ഒരു രാത്രിയിൽ യൂറോപ്യന്മാരുടെ താവളത്തിൽ ഒരു ക്രിസ്ത്യൻ സ്ത്രീയുടെ പിഞ്ചു കുഞ്ഞിനെ കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ടുപോയി. ഒരു കുട്ടിയെ മോഷ്ടിച്ചുകൊണ്ടുപോയി. അപ്പം അതായത് ഒരു സ്ത്രീ യൂറോപ്യന്മാരുടെ ക്യാമ്പിലാണ്. അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ കുട്ടിയെ കള്ളന്മാർ കൊണ്ടുപോയി. കള്ളന്മാർ കൊണ്ടുവന്ന എന്തിനാ? അടിമച്ചന്തയെ കൊണ്ടുപോയി വിറ്റ പൈസ ഇട്ടു. എക്കാലത്തും അങ്ങനെയാണ്. അടിമച്ചന്തയെ കുട്ടികളെ കൊണ്ടുപോയി വിൽക്കും, പൈസ വാങ്ങും. ഈ സ്ത്രീ അത് സ്വന്തം സൈന്യത്തിൽപ്പെട്ട കമാൻഡർമാരോടും സൈനികരോടും ഒക്കെ ആവശ്യപ്പെട്ട് എൻ്റെ കുട്ടിയെ കാണാനില്ല, കള്ളന്മാർ കൊണ്ടുപോയിട്ടുണ്ട്. അവരാ ഭാഗത്തെ ശ്രദ്ധിച്ചതേ ഇല്ല. അപ്പോൾ ആരോ പറഞ്ഞു, നമ്മുടെ എതിരാളിയാണെങ്കിലും ഇത് സുൽത്താൻ സലാഹുദ്ദീനോട് പറഞ്ഞാൽ അദ്ദേഹം പരിഹാരം ഉണ്ടാക്കും. അങ്ങനെ ഈ സ്ത്രീ സലാഹുദ്ദീൻ്റെ താവളത്തിൽ പോയി എനിക്ക് നേരിട്ട് രാജാവിനെ കാണണമെന്ന്, മുഖം കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ രാജാവിനെ മുഖം കാണിക്കാൻ അനുവാദം കൊടുത്തു. ഈ സ്ത്രീ പറഞ്ഞു, എൻ്റെ കുട്ടിയെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല. എൻ്റെ സൈന്യത്തിൽ പല ആളുകളും പരാതി പറഞ്ഞു, പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ സലാഹുദ്ദീനെ മനസ്സലിഞ്ഞു. കാരണം ഒരു കുട്ടിയെ മോഷ്ടിക്കപ്പെട്ട കൊണ്ടുപോയ ഒരു അമ്മയുടെ മനസ്സ് സുൽത്താൻ സലാഹുദ്ദീൻ മനസ്സിലാക്കുകയും എത്രയും പെട്ടെന്ന് അടിമച്ചന്തയായ പരിസരത്ത് എവിടെയൊക്കെ അടിമച്ചന്ത തപ്പിയിട്ട് ഈ കുട്ടിയെ എങ്ങനെയെങ്കിലും കണ്ടെടുക്കണമെന്ന്. ഒരു പകൽ പൂർത്തിയായില്ല, അപ്പോഴത്തിന് സൈന്യം കുട്ടിയെ കൊണ്ടുവന്നു. ആ പകൽ പൂർത്തിയാവുന്നതിന് മുമ്പ് സൈന്യം കുട്ടിയെ കൊണ്ടുവന്നു, അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇത് യൂറോപ്യന്മാർ തന്നെ പിൽക്കാലഘട്ടത്തിൽ എഴുതി വെച്ച ഒരു ചരിത്ര സാക്ഷ്യമാണ്. ആ അമ്മയുടെ കണ്ണിനിൽ സലാഹുദ്ദീന്റെ മനസ്സിനെ അലിയിച്ചു. അദ്ദേഹം ഉടൻ അടിമച്ചന്തകളിലേക്കും സൈന്യത്തിലേക്കും ആളുകളെ അയച്ച് കുഞ്ഞിനെ കണ്ടെത്താൻ ഉത്തരവിട്ടു. ഒരു മുസ്ലിം ദമ്പതികൾ അടിമച്ചന്തയിൽ നിന്ന് ഈ കുട്ടിയെ വാങ്ങിയിട്ടുണ്ട്. മക്കളില്ലാത്ത ദമ്പതികൾ അടിമച്ചന്തയിൽ നിന്ന് ഈ കുട്ടിയെ വാങ്ങിയിരുന്നു. ആ പകൽ അവസാനിക്കുന്നതിന് സലാഹുദ്ദീന്റെ സൈനികർ കുഞ്ഞിനെ കണ്ടെത്തി തോളിലേറ്റി സുൽത്താനിന്റെ മുന്നിൽ എത്തിച്ചു. കുഞ്ഞിനെ കണ്ട മാത്രയിൽ ആ അമ്മ നിലവിളിച്ചുകൊണ്ട് മണ്ണിൽ വീഴുകയും ദൈവത്തോട് നന്ദി പറയുകയും ചെയ്തു. സലാഹുദ്ദീൻ കുഞ്ഞിനെ അമ്മക്ക് കൈമാറി. കുഞ്ഞിനെ വാങ്ങിയ മുസ്ലിം ദമ്പതികൾക്കുണ്ടായ നഷ്ടം സലാഹുദ്ദീൻ സ്വന്തം ഖജനാവിൽ നിന്ന് എടുത്തു കൊടുത്തു. ആ കുഞ്ഞിനെ വാങ്ങിയവർക്ക് നഷ്ടം ഉണ്ടാവുമല്ലോ, ആ നഷ്ടം സലാഹുദ്ദീൻ നികത്തി കൊടുത്തു. സുരക്ഷ മാത്രമല്ല, ആ അമ്മക്കും കുഞ്ഞിനും അവരുടെ ക്യാമ്പിലേക്ക് എത്താൻ എല്ലാവിധ സൈനിക സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ. ദി ഗിഫ്റ്റ് ഓഫ് ഹോഴ്സസ് ടു റിച്ചാർഡ് എന്നൊരു സംഭവമുണ്ട്. യൂറോപ്യന്മാർ തന്നെ എഴുതി വെച്ചൊരു സംഭവമാണ്. അതായത് എതിരാളിയായ രാജാവിന് കുതിര നഷ്ടപ്പെട്ടപ്പോൾ യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യാം റിച്ചാർഡ് രാജാവ്, മനസ്സിലായത്? റിച്ചാർഡ് ഡി ലേൺഹാർട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയാണ് റിച്ചാർഡ് ലേൺഹാർട്ട്. കേട്ടിട്ടുണ്ടാവും. ഈ റിച്ചാർഡ് ലേൺഹാർട്ട് പിന്നെ എന്താ പറയുക, മെഡിറ്ററേനിയൻ സമുദ്രതീരത്ത് യാഫ കടൽ തീരത്ത് യുദ്ധം നടക്കുക സൈന്യവും യൂറോപ്യൻ സൈന്യവും അതേപോലെ തന്നെ സലാഹുദ്ദീൻ സൈന്യവും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ റിച്ചാർഡ് യുദ്ധക്കളത്തിലുണ്ട്. അപ്പോൾ യുദ്ധക്കളത്തിൽ നിന്ന് റിച്ചാർഡിൻ്റെ കുതിര തളർന്നു വീണുപോയി. അപ്പോൾ കുതിര നഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ കുതിരയില്ലാതെ നടന്ന് യുദ്ധം ചെയ്യാണ് ആര്? റിച്ചാർഡ്. ഇത് കുന്നിൻ മുകളിൽ നിന്ന് യുദ്ധം വീക്ഷിക്കുന്നു ആര്? സലാഹുദ്ദീൻ സൈനികരെ വിളിച്ചിട്ട് 2 അറബി കുതിരകളെ എത്രയും പെട്ടെന്ന് റിച്ചാർഡിന് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഇതൊക്കെ ഈ വിഷയത്തിലൊക്കെ എത്ര സിനിമയാണുള്ളത്, എത്ര പുസ്തകങ്ങളാണുള്ളത്. യൂറോപ്യന്മാർ എഴുതി വെച്ച ഒരു സംഭവമാണ്. ആ സംഭവത്തെ ദി ഗിഫ്റ്റ് ഓഫ് ഹോഴ്സസ് ടു റിച്ചാർഡ്.
റിച്ചാർഡിന് കുതിരകൾ സമ്മാനിച്ച കഥ. ഈ സംഭവം അങ്ങനെ തന്നെ 1192 ആഗസ്റ്റ് 5, 93 സലാഹുദ്ദീൻ മരിച്ചിട്ടുണ്ട്. 92 ആഗസ്റ്റ് 5 ഫലസ്തീനിലെ യാഫ കടൽ തീരം. 3-ാം കുരിശുദ്ധത്തിൻ്റെ അവസാന ഘട്ടം. ഇംഗ്ലണ്ടിൻ്റെ വീരനായ റിച്ചാർഡ് ലേൺഹാർട്ട് സലാഹുദ്ദീൻ്റെ സൈന്യവും തമ്മിൽ യുദ്ധം നടക്കുക. യാഫ യുദ്ധത്തിൽ റിച്ചാർഡ് രാജാവ് വളരെ ധീരമായി പോരാടിയിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കുതിര ശത്രുക്കൾ അമ്പേറ്റോ മറ്റോ ക്ഷീണം കൊണ്ടോ നിലംപതിച്ചു. പിന്നെ കാൽനടയായി റിച്ചാർഡ് ലേൺഹാർട്ടിന് എന്താ പറയുക, കാൽനടയായി യുദ്ധം ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇത് മുകളിൽ നോക്കിക്കാണുക, കുന്നിൻ്റെ മുകളിൽ നിന്ന് ഈ സംഭവം സലാഹുദ്ദീൻ നോക്കിക്കാണുക. അദ്ദേഹം വേഗം തൻ്റെ സൈനികരെ വിളിച്ച് ഉടൻ തന്നെ സഹോദരൻ ആദിലിനെ വിളിച്ച് ഏറ്റവും മികച്ച 2 അറബി കുതിരകളെ യുദ്ധത്തിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ ഉത്തരവിട്ടു. സലാഹുദ്ദീൻ്റെ സൈനികർ യുദ്ധത്തിനിടയിലൂടെ ഈ കുതിരകളുമായി റിച്ചാർഡിനടുത്തെത്തി. ഒരു വലിയ രാജാവ് കാൽനടയായി യുദ്ധക്കളത്തിൽ നിൽക്കുന്നത് കാണാൻ ഞങ്ങളെ സുൽത്താൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ 2 കുതിരകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുതിരയെ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ സലാഹുദ്ദീൻ നൽകിയ കുതിരപ്പുറത്താണ് റിച്ചാർഡ് ലേൺഹാർട്ട് സലാഹുദ്ദീൻ സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്തത്. എന്താ ഇതിന് കാരണം? ഈ യുദ്ധം സലാഹുദ്ദീൻ ഉറപ്പാണ്. എന്ത്? ഈ യുദ്ധത്തിൽ കുതിര കൊടുത്താലും റിച്ചാർഡ് ലേൺഹാർട്ടിൻ്റെ സൈന്യം ജയിക്കാൻ പോകുന്നില്ല. ഇതിന് ഇൽഹാം എന്ന് പറയാം. ഇതിനാണ് വിലായത്ത് എന്നറിയാം. പിന്നെ അയാൾക്ക് തോൽക്കേണ്ടി വരും, എന്നാലും മാന്യമായി തോൽക്കാം. ഇതൊരു ഉള്ളറിവാണ്, ദൈവികമായ അറിവ്. ഈ അറിവ് ഒരു ആത്മസ്പർശമുള്ള ആത്മീയതയുള്ള നേതാവിന് മാത്രമേ പഠിച്ചാൽ കൊടുക്കുള്ളൂ. അപ്പം ആ വ്യക്തിയുടെ മുന്നിൽ സദാസമയം പഠിച്ചോണ്ട് അതേ സമയത്ത് ശത്രുവിനോട് മാന്യത കാണിക്കുകയും ചെയ്തു. ശത്രുവിൽ ജയിക്കാനോട്ട് ഒരിക്കലും കഴിയില്ല. അത് ദൈവിക സന്ദേശമാണ്. അതത്ര ഉറപ്പ്. പിന്നെ മാന്യതയുടെ പരമാവധിയും. നീ അവിടെ അയാളെ ഉപദ്രവിക്കേണ്ടതില്ല. എന്തുകൊണ്ട്? അയാളോട് മാന്യത കാണിക്കണം വേണ്ടത്. സലാഹുദ്ദീൻ കൊടുത്ത അറബിക്കുതിരയുടെ പുറത്തിരുന്നിട്ടാണ് പിന്നെ സലാഹുദ്ദീന്റെ സൈന്യത്തിനെതിരെ റിച്ചാർഡ് ലേൺഹാർട്ട് യുദ്ധം ചെയ്യുന്നത്. ഇത് യൂറോപ്യന്മാർ എഴുതി വെച്ച ചരിത്രമാണ്. ദ ഹിസ്റ്ററി ഓഫ് ദ ഹോളി വാർ എന്ന പുസ്തകത്തിൽ, ആ പുസ്തകം എന്താ പറയുക, ഫ്രഞ്ച് ചരിത്രജ്ഞനായ ആംബ്രോസ് എഴുതിയ പുസ്തകമാണ്. ദ ഹിസ്റ്ററി ഓഫ് ദ ഹോളി വാർ എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം യൂറോപ്യന്മാർ തന്നെ ഫ്രഞ്ച് ചരിത്രകാരനായ ആംബ്രോസിന്റെ ദ ഹിസ്റ്ററി ഓഫ് ദി ഹോളി വാർ എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1191 ഫലസ്തീനിലെ തീരദേശ നഗരമായ ആക്ര യുദ്ധം നടക്കുകയാണ്. വിശുദ്ധത്തിൽ ഏറ്റവും വേദനാജനകമായ ഏറ്റവും ദീർഘമായ യുദ്ധമാണ് ആക്ര ഉപരോധം. റിച്ചാർഡ് രാജാവിന്റെ നേതൃത്വത്തിലെ കുരിശുദ്ധ സൈന്യവും സലാഹുദ്ദീൻ സൈന്യവും തമ്മിലായിരുന്നു പോരാട്ടം. യുദ്ധം മാസങ്ങളോളം നീണ്ടുന്നപ്പോൾ ഇരുപക്ഷത്തും കടുത്ത നാശനഷ്ടങ്ങളുണ്ടായി. പട്ടിണിയും മാരകമായ പകർച്ചവ്യാധികളും യുദ്ധകളത്തിൽ പടർന്നു പിടിച്ചു. മുസ്ലിം സൈന്യത്തിനെ പോലെ തന്നെ കുരിശുദ്ധ സൈന്യത്തിൽ ആയിരക്കണക്കിന് സാധാരണ സൈനികരും പരിക്കേറ്റവും രോഗബാധിതരും മരിച്ചു വീഴാൻ തുടങ്ങി. അക്കാലത്ത് പാശ്ചാത്യ രാജ്യങ്ങളിൽ മികച്ച വൈദ്യസഹായം ലഭ്യമല്ലാതിരുന്നതിനാൽ അന്ന് പാശ്ചാത്യ ലോകത്ത് ഇങ്ങനത്തെ വൈദ്യസഹായമില്ല. ഈ അവസ്ഥകൾ യുദ്ധകളത്തിൽ ഈ അവസ്ഥ, അതായത് അവർക്ക് വേണ്ടത്ര എന്താ പറയുക, അവരിലെ രോഗികൾക്ക് ആ പരിക്ക് പറ്റിയവർക്ക് വേണ്ടത്ര വൈദ്യസഹായമില്ല. ഇത് സലാഹുദ്ദീൻ മനസ്സിലാക്കി. അപ്പോൾ സലാഹുദ്ദീൻ രാജാവിൻ്റെ കീഴിലുള്ള വൈദ്യന്മാരെ ശത്രുപക്ഷത്തേക്ക് അയച്ചു കൊടുത്തു. മനസ്സിലായില്ല, അവരെ കൂട്ടത്തിലെ പരിക്കേറ്റ ആളുകളെ ചികിത്സിക്കാൻ അവർ തന്നെ എഴുതിയ ചരിത്രമാണ്. അവർ തന്നെ യൂറോപ്പിൽ തന്നെ എഴുതി വെച്ച ചരിത്രമാണ് ഈ സംഭവം. ശത്രുക്കൾക്ക് വേണ്ടി താൽക്കാലിക മെഡിക്കൽ ക്യാമ്പുകൾ തുറന്നു. തൻ്റെ ക്യാമ്പിന് സമീപം പരിക്കേറ്റ ശത്രു സൈനികരെ ചികിത്സിക്കാനായി അദ്ദേഹം പ്രത്യേക കൂടാരങ്ങൾ ഒരുക്കി. മുസ്ലിം രാജവൈദ്യന്മാരുടെ സേവനം ഉപയോഗപ്പെടുത്തി. അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച മെഡിക്കൽ വിജ്ഞാനം ഉണ്ടായിരുന്ന അറബിക് മുസ്ലിം ഡോക്ടർമാരെ ശത്രു സൈനികരെ ചികിത്സിക്കാനായി സലാഹുദ്ദീൻ നിയോഗിച്ചു. പരിക്കേറ്റ ശത്രുക്കൾക്ക് ആവശ്യമായ മരുന്നും പോഷകാഹാരങ്ങളും അദ്ദേഹം സ്വന്തം ഖജനാവിൽ നിന്നും ക്യാമ്പുകളിൽ നിന്ന് സൗജന്യമായി എത്തിച്ചു നൽകി. തൻ്റെ സാധാരണക്കാരായ സൈനികർക്ക് ശത്രുവായ സുൽത്താൻ നൽകുന്ന ഈ കാരുണ്യം കണ്ട റിച്ചാർഡ് രാജാവ് പോലും അത്ഭുതപ്പെടുകയും സലാഹുദ്ദീനോട് അദ്ദേഹത്തിനുള്ള ഭക്തിയും ബഹുമാനവും അത് കാരണം വർദ്ധിക്കുകയും ചെയ്തു. മാത്യു പാരീസിൻ്റെ ഇംഗ്ലീഷ് ചരിത്രകാരൻ മാത്യു പാരീസ് ഈ ചരിത്ര സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഒരിക്കൽ ഈ കൂട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി. 1192 ആക്ര യുദ്ധത്തിൽ ഏറ്റവും ഭയാനകമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. റിച്ചാർഡിന് കടുത്ത പനി ബാധിച്ചു. ആ രോഗിയായി തമ്പിൽ കടന്നു. ഈ വിവരം പറഞ്ഞ സലാഹുദ്ദീൻ എതിരാളിയായ രാജാവ്
സൈന്യാധിപനും അദ്ദേഹം തന്നെ, രാജാവും അദ്ദേഹത്തിന് സൈന്യത്തെ നയിക്കാൻ കഴിയാതെ പനി പിടിച്ച് അതിശക്തമായ രോഗിയായി തമ്പിൽ കിടക്കാമെന്ന് വിവരം അറിഞ്ഞപ്പോൾ സുൽത്താൻ സലാഹുദ്ദീൻ എന്ത് ചെയ്തു? ഈ വിഷയത്തെക്കുറിച്ച് യൂറോപ്യൻ ചരിത്രകാരന്മാർ രണ്ട് തരം വീക്ഷണക്കാരാണ്. ഒന്ന്, ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായ പ്രകാരം അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാം. അദ്ദേഹം വേഷപ്രച്ഛന്നനായി വന്നിട്ട് റിച്ചാർഡിനെ ചികിത്സിച്ചു എന്ന അഭിപ്രായം ചില ചരിത്രകാരന്മാർക്കുണ്ട്. അതായത് രോഗി ഒരു വൈദ്യൻ്റെ രൂപത്തിൽ വന്ന് വൈദ്യസഹായം മറ്റും നൽകി. ഒരു വിഭാഗം ചരിത്രകാരന്റെ പക്ഷം സുൽത്താൻ സലാഹുദ്ദീൻ വേഷപ്രച്ഛന്നനായി വന്ന് ദി താലിസ്മാൻ എന്നുള്ള ഒരു നോവലുണ്ട്. അതായത് ചില മാന്ത്രിക മരുന്നുകൾ ആരുടെ കയ്യിലുണ്ടായിരുന്നു? മന്ത്രം ആരുടെ കയ്യിലുണ്ടായിരുന്നു? സലാഹുദ്ദീൻ മന്ത്രിച്ച് റിച്ചാർഡിന് രോഗം മാറ്റി എന്ന് ചില ചരിത്രകാരന്മാർക്ക് അഭിപ്രായമുണ്ട്. ചില ചരിത്രകാരന്മാർ പറയുന്നത് എന്താണ്? അദ്ദേഹം രാജവൈദ്യനെ തന്നെ പറഞ്ഞയച്ചു, രാജവൈദ്യൻ്റെ മരുന്നും കൊടുത്തയച്ചു, അതേപോലെ തന്നെ ഐസ് കട്ടകൾ കൊടുത്തയച്ചു. അങ്ങനെ ഏതായാലും റിച്ചാർഡ് ലയൺഹാർട്ടിന് രോഗം മാറ്റിയത് ആരാണ്? സുൽത്താൻ സലാഹുദ്ദീൻ. എന്നിട്ട് പിറ്റേ ദിവസം അദ്ദേഹത്തിന് യുദ്ധക്കളത്തിൽ ഇറങ്ങാനുള്ള എല്ലാവിധ സൗകര്യവും ചെയ്തു കൊടുത്തു. റിച്ചാർഡ് യുദ്ധം ചെയ്യുന്ന ആർക്കെതിരെ? സലാഹുദ്ദീനെതിരെ തന്നെ. അതേ സമയത്ത് ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. 1184 വേറൊരു സംഭവം. യൂറോപ്യന്മാരുടെ ഏറ്റവും ശക്തമായ കോട്ടയായ കെരക് സലാഹുദ്ദീൻ സൈന്യം ഉപരോധിക്കുന്ന സമയം. കടുത്ത ഉപരോധം കാരണം മാസങ്ങളോളം പുറത്തുനിന്നുള്ള ഭക്ഷണവും വെള്ളവും കോട്ടക്കുള്ളിലേക്ക് എത്തിയിരുന്നില്ല. കോട്ടക്കുള്ളിൽ കുടുങ്ങിപ്പോയ കുരിശുദ്ധ പ്രഭുക്കന്മാരും സൈനികരും കടുത്ത പട്ടിണിയിലായിപ്പോയി. ഈ വിവരം സുൽത്താൻ സലാഹുദ്ദീൻ അറിഞ്ഞു. ശത്രുക്കൾക്ക് പട്ടിണി കിടന്ന് മരിക്കുന്നത് ഒരു യോദ്ധാവിന് ചേർന്നല്ലെന്ന് സലാഹുദ്ദീൻ വിശ്വസിച്ചു. രാഷ്ട്രീയപരമായി കോട്ട പിടിച്ചടക്കുക എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം, അല്ലാതെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുക എന്നതായിരുന്നില്ല. അദ്ദേഹം ഉടൻ തന്നെ വിപ്ലവകരമായ തീരുമാനമെടുത്തു. തൻ്റെ സൈന്യത്തിൻ്റെ പക്കലുണ്ടായ ഇതൊക്കെ യൂറോപ്യന്മാർ എഴുതി വെച്ച ചരിത്രം ഞാൻ വായിക്കുക. തൻ്റെ സൈന്യത്തിൻ്റെ പക്കലുണ്ടായിരുന്ന കന്നികാലികളെയും ഗോതമ്പിൻ്റെ ശേഖരങ്ങളും പഴങ്ങളും അടങ്ങിയ ഭക്ഷണ സാധനങ്ങളും കോട്ടക്കുള്ളിലേക്ക് ശത്രുക്കൾക്കായി കൊടുത്തയച്ചു കൊടുത്തു. യുദ്ധ ചരിത്രത്തിൽ തന്നെ ഒരു ഭരണാധികാരി ഉപരോധത്തിനിടയിൽ ശത്രുക്കൾക്ക് ഭക്ഷണം നൽകിയ ലോക ചരിത്രത്തിലെ ഏറ്റവും അപൂർവമായ സംഭവങ്ങളിൽ ഒന്നായി ഈ സംഭവത്തെ കണക്കാക്കുകയാണ്. 1184 യൂറോപ്യന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നുൽ അസീർ തൻ്റെ താരീഖുൽ കാമിലിൽ ഈ സംഭവം രേഖപ്പെടുത്തിയതായി കാണാം. അൽ കാമിൽ ഫി താരീഖ് എന്ന ഇബ്നുൽ അസീറിന്റെ ഗ്രന്ഥത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം യൂറോപ്യന്മാരും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബർസിയ കോട്ട പിടിച്ചടക്കാൻ നടത്തിയ 1188 യുദ്ധം. സലാഹുദ്ദീൻ സൈന്യം സിറിയയിലെ തന്ത്രപ്രധാനമായ ബർസിയ കോട്ട ഉപരോധിക്കുന്ന സമയം ഒരു രാത്രിയിൽ കോട്ടക്കുള്ളിൽ നിന്നും കടുത്ത ഒരു യൂറോപ്യനായ ഒരു യോദ്ധാവ് രഹസ്യമായി തടവ് ചാടി. എന്നിട്ട് എന്ത് ചെയ്തു? അയാൾ സുൽത്താനെ കൊല്ലാൻ വേണ്ടി സുൽത്താൻ താമസിക്കുന്ന കൂടാരത്തിൻ്റെ അടുക്കിലേക്ക് വന്നു. ഒരു രാജാവിനെ കൊല്ലാൻ വേണ്ടി, സുൽത്താൻ സലാഹുദ്ദീനെ കൊല്ലാൻ വേണ്ടി വന്നത് 1188. എന്നാൽ സലാഹുദ്ദീന്റെ കാവൽക്കാർ അയാളെ പിടികൂടി സുൽത്താന്റെ മുന്നിൽ ഹാജരാക്കി. സുൽത്താന്റെ മുന്നിൽ ഹാജരാക്കിയപ്പോൾ സുൽത്താൻ അയാളോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടി വന്നത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങളെ സൈന്യ ക്യാമ്പിൽ ഞങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണമില്ല, അതേ സമയത്ത് ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. നിങ്ങൾ കൊന്നാൽ യുദ്ധം അവസാനിക്കും, നിങ്ങൾ മരിച്ചാൽ അല്ലെങ്കിൽ ഞങ്ങളെ വിടൂല, ഞങ്ങളാകട്ടെ പട്ടിണിയിലാണ്. അപ്പം ഞങ്ങളിങ്ങനെ പട്ടിണി അവസാനിക്കാൻ ഏറ്റവും നല്ല മാർഗം ഞങ്ങൾ തിരിച്ചു പോകലാണ്. തിരിച്ചു പോകാനാകട്ടെ ഞങ്ങളുടെ സൈനിക കമാൻഡർമാരും രാജാവും നിങ്ങളുള്ള കാലത്തോളം സമ്മതിക്കൂല. അപ്പം നിങ്ങൾ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളെ കൊന്നു കളഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ അവസരമുണ്ടാകല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കേട്ടപ്പോൾ സുൽത്താൻ സലാഹുദ്ദീനെ മനസ്സലിഞ്ഞു. കാരണം അടിസ്ഥാനപരമായി പട്ടിണിക്കാരനാണല്ലോ അയാൾ വന്നത്. അയാൾക്ക് വേണ്ട ഭക്ഷണം കൊടുത്തു എന്ന് മാത്രമല്ല, കോട്ടക്കുള്ളിലേക്ക് ആവശ്യമായ ഭക്ഷണവും സൗകര്യവും തിരിച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാ സൗകര്യവും സുൽത്താൻ സലാഹുദ്ദീൻ രേഖപ്പെടുത്തി. ബഹുമാനപ്പെട്ട ഇബ്നുൽ അസീറിന്റെ അൽ കാമിൽ ഫി താരീഖ് എന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ധാരാളം യൂറോപ്യന്മാരും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1179 അബേവാലിയിലെ മർജ് അയൂൻ യുദ്ധം. സലാഹുദ്ദീന്റെ സൈന്യം കുരിശുദ്ധക്കാരെ പരാജയപ്പെടുത്തുകയും അവിടുത്തെ പ്രമുഖരായ 100-ലധികം നൈറ്റ് പ്ലേയേഴ്സിനെ തടവുകാരായി പിടികൂടുകയും ചെയ്തു. യുദ്ധത്തിന്റെ കഠിനമായ സാഹചര്യത്തിൽ ഈ തടവുകാരുടെ വസ്ത്രങ്ങളെല്ലാം കീറിപ്പറിഞ്ഞ് അതീവ ദയനീയമായ അവസ്ഥയിലാണ് ഈ തടവിലാക്കപ്പെട്ട സൈന്യത്തെ സുൽത്താന്റെ മുന്നിൽ ഹാജരാക്കിയപ്പോൾ അവരുടെ വസ്ത്രങ്ങളൊക്കെ പഴകിയിട്ടുണ്ട്, വസ്ത്രങ്ങളൊക്കെ കീറിപ്പറിഞ്ഞിട്ടുണ്ട്. എതിരാളികളായ സൈന്യത്തെ കൊണ്ടുവന്ന് രാജാവിൻ്റെ മുന്നിലാക്കുക. ഇന്ന് പോലും ഇപ്പം ആധുനിക കാലഘട്ടത്തിൽ പോലും ലോകം ഈ അടുത്ത കാലഘട്ടത്തിൽ ഇറാഖിൽ നിന്ന് പിടികൂടിയ സൈന്യം, മുസ്ലിം സൈന്യത്തെ അമേരിക്ക കൊണ്ടുപോയിട്ട് എന്താ ചെയ്തതെന്ന് ഇന്ന് നെറ്റിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഒരു നൂല് പോലും ഇല്ലാതെ അവരെ വിവസ്ത്രരാക്കി ഉപദ്രവിച്ചു. ഇഷ്ടം പോലെ കിട്ടും. 2003 നടത്തിയ നരനായാട്ടിൽ പിടികൂടിയ ഇറാഖിൻ്റെ സൈന്യത്തെ
എന്ത് ചെയ്തു? അബൂ ഖുറൈബ് ജയിലിലൊക്കെ കൊണ്ടുപോയിട്ട് കാണിച്ച സംഭവങ്ങൾ എൻ്റെ എന്താ പറയുക, എൻ്റെ യൂപ്രട്ടീസിലെ സ്വർണ്ണമലകൾ എന്ന പുസ്തകത്തിൽ ധാരാളം അത്തരം ചിത്രങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് നൈക്കഡാക്കിയിട്ട് പൂർണ്ണമായി നഗ്നരാക്കിയിട്ടാണ് അവരെ ഉപദ്രവിച്ചത്. എന്നാൽ അതേ സമയത്ത് 1179 അബേവാലി യുദ്ധ സമയത്ത് എന്തുണ്ടായി? ഇവർക്ക് വസ്ത്രമില്ല എന്ന് മനസ്സിലാക്കി അപമാനിതരായി മര്യാദക്കൊരു വസ്ത്രമില്ലാതെ കീറിപ്പറഞ്ഞ വസ്ത്രത്തിലാണ് സുൽത്താൻ സലാഹുദ്ദീൻ്റെ മുന്നിൽ ഈ തടവിലാക്കപ്പെട്ടവർ ഹാജരാക്കപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം അവരോട് ദയ കാണിച്ചു. അവർക്ക് വേണ്ടത്ര ഭക്ഷണം വസ്ത്രവും കൊടുക്കാൻ സുൽത്താൻ സലാഹുദ്ദീൻ കൽപ്പിച്ചു. മാത്രമല്ല, ജെറൂസലേമിന്റെ രാജ്ഞി 1187 ഒക്ടോബർ നവംബർ സലാഹുദ്ദീൻ ജെറൂസലേം കീഴടക്കിയുള്ള ഭരണാധികാരിയായിരുന്ന സിബില്ല രാജ്ഞി നഗരത്തിനുള്ളിൽ കുടുങ്ങിപ്പോയി. ഇത്തരം സന്ദർഭത്തിൽ രാജാക്കന്മാർ ചെയ്യുക, അവരെ പിന്നെ വെപ്പാട്ടികളാക്കുകയാണ്. ആരെയാണോ ഇപ്പോൾ ഏതൊരു രാജ്യത്തിൻ്റെ രാജ്ഞി ഒരു നഗരം പിടിച്ചടക്കി കഴിഞ്ഞാൽ ആ രാജ്ഞി പിന്നെ പിടിച്ചടക്കുന്ന രാജാവിൻ്റെ വെപ്പാട്ടിയായി കൂടെ നിന്ന് കൊടുക്കേണ്ടി വരും. ഇതാണ് ലോകചരിത്രം. അതേ സമയത്ത് സുൽത്താൻ സലാഹുദ്ദീൻ എന്ത് ചെയ്തു? സിബില്ല രാജ്ഞി നഗരത്തിനുള്ളിൽ കുടുങ്ങി. അവരുടെ ഭർത്താവായ ഹിത്തീൻ യുദ്ധത്തിൽ സലാഹുദ്ദീൻ്റെ തടവുകാരനായി പിടിക്കപ്പെടുകയും ചെയ്ത അവസ്ഥയിലാണ്. തോറ്റോടിയ രാജകുടുംബത്തോട് സലാഹുദ്ദീൻ എങ്ങനെ പെരുമാറിയെന്നത് പാശ്ചാത്യ ലോകം അത്ഭുതത്തോടുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിബില്ല രാജ്ഞിയുടെ അങ്ങേറ്റത്തെ ബഹുമാനമെന്ന് മാത്രമല്ല, അവരെ കൊട്ടാരത്തിൽ സുരക്ഷിതമായി താമസിക്കാനുള്ള എല്ലാ സൗകര്യവും അദ്ദേഹം ചെയ്തു കൊടുത്തു. പിന്നീട് രാജ്ഞി എനിക്ക് യൂറോപ്പിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാം തിരിച്ചു പോകാനുള്ള സൗകര്യം എന്ന് മാത്രമല്ല, വിലപിടിപ്പുള്ള എല്ലാവിധ സമ്പാദ്യങ്ങളും, തൻ്റെ വ്യക്തിഗത സമ്പാദ്യങ്ങളെല്ലാം തൻ്റെ കൂടെ കൊണ്ടുപോകാൻ കഴിയുന്നത് മുഴുവനും എടുത്ത് അവർക്ക് സുരക്ഷിതമായി യൂറോപ്പിലേക്ക് തിരിച്ചു പോകാനുള്ള എല്ലാ സൗകര്യവും സുൽത്താൻ സലാഹുദ്ദീൻ ചെയ്തു കൊടുത്തു. 1187 ഒക്ടോബർ നവംബർ മാസം നടന്ന സംഭവം. ഇത് സ്റ്റീവൻ റൺസ്മാൻ തൻ്റെ ഹിസ്റ്ററി ഓഫ് ദ ക്രൂസേഡ്സ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ വ്യക്തമായി യൂറോപ്യന്മാർ തന്നെ എഴുതിയ, അതായത് സലാഹുദ്ദീൻ കാണിച്ച രാജകീയ മര്യാദ, സ്വന്തം പെണ്ണുങ്ങളോട് പോലും മാന്യത പുലർത്താത്തവരാണ് ഏത് കാലത്തും യൂറോപ്യന്മാർ. പണ്ടത്തെ അവസ്ഥ അങ്ങനെയാണ്. അതിനുശേഷം പെണ്ണുങ്ങൾക്കുണ്ടായ ഒരു സ്വാതന്ത്ര്യമാണ് AD 18 നൂറ്റാണ്ട് 19 നൂറ്റാണ്ടിന് ശേഷമൊക്കെ യൂറോപ്പിൽ എന്തുണ്ടായി? സ്ത്രീകൾ എന്ത് ചെയ്തു? പാരതന്ത്ര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് എടുത്തു ചാടിയതാണ് ഇന്ന് നമ്മൾ കാണുന്ന യൂറോപ്യൻ ലിബറലിസം. അത് സത്യത്തിൽ അങ്ങനത്തെ ലിബറലിസം ഏഷ്യൻ രാജ്യങ്ങളിൽ വരാതിരിക്കാനുള്ള കാരണം, ഏഷ്യൻ രാജ്യങ്ങളിൽ പണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഈ മഹത്തായ സാന്നിധ്യം കൊണ്ട് ഒരു സ്വാതന്ത്ര്യം സ്ത്രീകൾ അനുഭവിച്ചിട്ടുണ്ട്. യൂറോപ്യൻ സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അവർ സ്വന്തം ഭാര്യമാരെ പോലും അടിമകളായിട്ടാണ് പെരുമാറിയിരുന്നത്. ആ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യണത്? ഒരു രാജ്ഞിയോട് മാത്രമല്ല, പിടിച്ചടക്കിയ രാജാവിനെ വെപ്പാട്ടിയാക്കി കൂടെ കൊണ്ട് നടത്തലാണ് അത്തരം സന്ദർഭങ്ങൾ ചെയ്യുക. പെണ്ണുങ്ങൾ ആ സന്ദർഭത്തിൽ ആത്മഹത്യ ചെയ്യും. ഇത്തരം സങ്കടങ്ങളൊക്കെ പെണ്ണുങ്ങൾ ആത്മഹത്യ ചെയ്യും. എന്തുകൊണ്ട്? പിന്നെ പിടിച്ചടക്കിയ രാജാവിൻ്റെ ആളായി നടക്കേണ്ടി വരും. അവർക്ക് വ്യഭിചാരത്തിനും ബലാത്സംഗത്തിനും സൗകര്യം ചെയ്തു കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ്. പക്ഷേ സുൽത്താൻ സലാഹുദ്ദീനെ കുറിച്ച് കേട്ടറിഞ്ഞ ഈ രാജ്ഞി അവർക്കുണ്ടായ അനുഭവങ്ങൾ പിൻകാലഘട്ടത്തിൽ ചരിത്രത്തോട് പറയും. ചരിത്രം അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട യൂറോപ്യന്മാരായ സ്ത്രീകൾക്ക് ധനസഹായം നൽകിയ 1187 നവംബർ ജെറൂസലേം കീഴടക്കിയ ശേഷം നഗരം വിട്ടുപോകാൻ മോചനദ്രവ്യം നിശ്ചയിച്ചിരുന്നു. എന്നാൽ ഹിത്തീൻ യുദ്ധത്തിലും ജെറൂസലേം യുദ്ധത്തിലും ഭർത്താക്കന്മാരും പിതാക്കന്മാരും കൊല്ലപ്പെടുകയോ തടവുകാരാക്കപ്പെടുകയോ ചെയ്ത ആയിരക്കണക്കായ സ്ത്രീകൾക്ക് നഗരത്തിൽ നിന്ന് പോകാനുള്ള ഒരു സൗകര്യവും ഉണ്ടായിരുന്നില്ല. പണമോ സംരക്ഷണമോ ഇല്ലാത്ത ഈ സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് സുൽത്താൻ സലാഹുദ്ദീൻ്റെ മുന്നിലെത്തുകയും അവരുടെ നിസ്സഹായ അവസ്ഥ വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇവർക്ക് വേണ്ട എല്ലാം സുൽത്താൻ സലാഹുദ്ദീൻ അവരോട് പറഞ്ഞു, നിങ്ങളെ പുരുഷന്മാർ യുദ്ധത്തിൽ ചെയ്ത തെറ്റുകൾക്ക് നിങ്ങളെ ശിക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നഗരം വിട്ടുപോകാൻ അവർക്ക് യാതൊരുവിധ മോചനദ്രവ്യവും നൽകേണ്ടതില്ലെന്ന് അദ്ദേഹം ഉത്തരവിട്ടു. എന്ന് മാത്രമല്ല, അവരുടെ ഭാവി ജീവിതത്തിനായി സ്വന്തം ഖജനാവിൽ നിന്ന് വലിയൊരു തുക അവർക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു. ഇതൊക്കെ വളരെ വ്യക്തമായി ഹിസ്റ്ററി ഓഫ് ദ ക്രൂസേഡ്സ് എന്ന ഗ്രന്ഥത്തിൽ എണോൾ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രഞ്ച് ചരിത്രക്കാരനായ ഏണോളിൻ്റെ ഹിസ്റ്ററി ഓഫ് ദ ക്രൂസേഡ്സ്, ഏണോളിൻ്റെ ക്രോണിക്യൂ ഡി എർണോൾ എന്ന ഗ്രന്ഥത്തിലും സ്റ്റീവൻ റൺസ്മാൻ്റെ ഹിസ്റ്ററി ഓഫ് ദ ക്രൂസേഡ്സ് എന്ന ഗ്രന്ഥത്തിലും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കന്യാസ്ത്രീകളോട് മാന്യത കാണിച്ചത്,
നണ്ണുകളോട് മാന്യത കാണിച്ചെത്തുന്നു. 1187 ഒക്ടോബർ. ഇത്തരം രംഗങ്ങളൊക്കെ നമ്മൾ ആ കാലഘട്ടത്തിൽ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇവിടെയൊക്കെ ഏറ്റവും വേദനാജനകമായ അവസ്ഥകൾ അനുഭവിക്കുന്ന സ്ത്രീകളാണ്. അതായത് രാജ്യം പിടിച്ചു കിടക്കി കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾക്കെതിരെ നരനായാട്ട് നടത്തുക ചെയ്യുക. അള്ളാഹുത്തല അവസ്ഥയായിട്ടോട് എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. ഒരു നാട് പിടിച്ചടക്കി കഴിഞ്ഞാൽ പിന്നെ അതിന്നും അങ്ങനെയാണ്. ഒരു നാട് പിടിച്ചടക്കി കഴിഞ്ഞാൽ ഇന്നും അങ്ങനെയാണ്. ഒരു നാട് പിടിച്ചടക്കി കഴിഞ്ഞാൽ പിന്നെ ദിവസങ്ങളോളം, ചില സൈന്യം 3 ദിവസം, ചില സൈന്യം 7 ദിവസം, ചില സൈന്യം 1 മാസം ഒക്കെ, അതായത് കമാൻഡർമാർ സൈന്യത്തോട് ചോദ്യം ചെയ്യില്ല. അവർക്ക് ഏത് വീട്ടിൽ കയറാം, ഏത് പെണ്ണിന് ബലാത്സംഗം ചെയ്യാം. ഒരു യുദ്ധം കഴിയുമ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുക സ്ത്രീകളാണ്. ഏത് കാലം അങ്ങനെ. അതിൻ്റെ ചരിത്രമൊക്കെ വായിച്ചാൽ നമ്മൾ കരഞ്ഞ് പൊട്ടി കരഞ്ഞു. അത് ഇന്നും അങ്ങനെയാണ്. ഇന്നും ഇപ്പോൾ 2000-ന് ശേഷം നടന്ന അമേരിക്കയുടെ നരനായാട്ട് എന്താ അതൊക്കെ പറയുക? എന്തിനു പറയാം അതൊക്കെ പറയുന്നത്? 921 ആലി മുസ്ലിയാരെ ഞാൻ 100 വട്ടം വിമർശിച്ചിട്ടുണ്ട് നിങ്ങളെ മുന്നിൽ. ആലി മുസ്ലിം ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട്, എന്താ സംഭവിച്ചത്? ഏറനാടും വെള്ളുവനാടും ഒക്കെ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ കയ്യിൽ തിരിച്ചു വന്നപ്പോൾ ആയിരക്കണക്കായ മുസ്ലിം വീടുകളിൽ കയറിയിട്ട് അവർ ബലാത്സംഗം ചെയ്തു. അതിൻ്റെ പേരിൽ നാട്ടിക്കൂട്ടിയ തോന്നിയാസങ്ങൾക്കായും കണക്കില്ല. അതിൻ്റെ പിന്നിൽ കാട്ടിക്കൂട്ടിയത് ഇതിന് എന്തൊരു പ്രശ്നം ഉണ്ടായാലും അനുഭവിക്കൽ പെണ്ണുങ്ങളാണ്. അവിടെയാണ് ഒരു മനുഷ്യൻ മാന്യതയുടെ അവസാനം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ 19-20 നൂറ്റാണ്ടുകളിൽ വരെ പെണ്ണുങ്ങൾ കാമുകനായി കണ്ടിട്ടുണ്ട്. ആരെ ചരിത്രം ഞാൻ പറയാം. കാമുകനായി കാണാം എന്ന് 12-ാം നൂറ്റാണ്ടിൽ മരിച്ചുപോയ മനുഷ്യനെ സലാഹുദ്ദീൻ്റെ കാമുകിയായി ജീവിക്കുക യൂറോപ്യൻ പെണ്ണുങ്ങൾ. 20-ാം നൂറ്റാണ്ടിൽ അങ്ങനത്തെ സംഭവമുണ്ട്. ആ പെണ്ണിന് സലാഹുദ്ദീനാണ് അവളുടെ മനസ്സിലെ കാമുകൻ ആരാണ്? സലാഹുദ്ദീൻ എന്ന് മരിച്ചിട്ടുണ്ട്? 12-ാം നൂറ്റാണ്ടിൽ മരിച്ചിട്ടുണ്ട്. എന്നിട്ട് 20-ാം നൂറ്റാണ്ടിൽ പെണ്ണുങ്ങൾ കാമുകനായി കാണാം സലാഹുദ്ദീൻ. കാരണം അവർ പരിചയപ്പെട്ടതിൽ വെച്ച് ഏറ്റവും മഹാനായ ഒരു പുരുഷൻ ആരാണ്? സലാഹുദ്ദീനാണ്. ഇത് അത്ഭുതമാണ് ഈ സംഭവം. അബസ്മേരി എന്ന കന്യാസ്ത്രീ അവരെ ജെറൂസലമിലെ സെൻറ്റ് ലാസറസ് കോൺവെൻറ്റിലെ എന്താ പറയുക നഗരം മുസ്ലിംസിന് അവിടുത്തെ കോൺവെൻറ്റുകളിലെ കന്യാസ്ത്രീ അവരുടെ തലവനായ അബസ്മേരിയും അവരുടെ നേതൃസ്ഥാനത്തുള്ള അബസ്മേരിയും ഭയങ്കര മുൻകാലങ്ങളിൽ നഗരങ്ങൾ പിടിച്ചടക്കുമ്പോൾ സൈനികർ സ്ത്രീകളോട് ക്രൂരമായി പെരുമാറുന്നതായിരുന്നു അവർ ഭയത്തിന് കാരണം. എന്നാൽ സലാഹുദ്ദീൻ നഗരത്തിൽ പ്രവേശിച്ച ഉടനെ തന്നെ കോൺവെൻറ്റുകൾക്കും കന്യാസ്ത്രീകൾക്കും പ്രത്യേക സംരക്ഷണം ഏർപ്പെടുത്തി. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു കന്യാസ്ത്രീ സമ്പ്രദായം ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾക്കിടയിൽ ഇല്ല. അത് യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റിയിലേ ഉള്ളൂ. മനസ്സിലായില്ല? ഈ കന്യാസ്ത്രീ സമ്പ്രദായത്തെ കൊണ്ടുവന്നത് പിൽക്കാലഘട്ടത്തിൽ പലയിടത്തേക്കും അത് പകർന്നിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായി അത് യൂറോപ്യൻ സൃഷ്ടിയാണ്. മനസ്സിലായി പറയുന്നത്. യൂറോപ്യൻ പെണ്ണുങ്ങളാകട്ടെ സ്വാഭാവികമായും എന്തിനു വന്നതുമാണ്? സലാഹുദ്ദീനെതിരെയുള്ള അല്ലെങ്കിൽ മുസ്ലിം സൈന്യത്തെയും മുസ്ലിം രാജ്യങ്ങളെയും പിടിച്ചടക്കാൻ വേണ്ടി വന്നവരുടെ കൂട്ടത്തിൽ വന്നവരാണ്. അപ്പോൾ ഈ ഒരു സാധാരണ രാജാവിന് പോലും ഇവരോട് നീതി കാണിക്കേണ്ട ആവശ്യം ഇല്ല. ഇവർ സൈന്യത്തെ സഹായിക്കാൻ വന്നവരാണ്, സൈന്യത്തിൻ്റെ കൂടെ വന്നവരുമാണ്, സൈന്യത്തിൻ്റെ അവരുടെ എതിർ സൈന്യത്തിൻ്റെ നയത്തിൽപ്പെട്ടിട്ടാണ്. പക്ഷേ ആ പെണ്ണുങ്ങളോട് സുൽത്താൻ സലാഹുദ്ദീൻ കോൺവെൻറ്റുകളിൽ അതേപോലെ തന്നെ കന്യാമഠങ്ങളിലൊക്കെയുള്ള പെണ്ണുങ്ങളോട് ഒരു രൂപത്തിലും ചെയ്യാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചു. കന്യാസ്ത്രീകൾക്ക് പ്രത്യേക സംരക്ഷണം ഏർപ്പെടുത്തി. അവരാരും ശല്യം ചെയ്യരുതെന്നും കർശന നിർദ്ദേശം നൽകി. പിന്നീട് അവർക്ക് നഗരം വിട്ടുപോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അവരുടെ പക്കലുണ്ടായിരുന്ന എല്ലാ മതപരമായ തിരുശേഷിപ്പുകളും വിലപിടിപ്പുള്ള വസ്തുക്കളും കൂടെ കൊണ്ടുപോകാൻ അവർക്ക് അനുവാദം നൽകി. കുരിശുദ്ധക്കാരുടെ സൈനിക തലവന്മാർ പോലും അത്ഭുതപ്പെട്ട രീതിയിലാണ് ഇത് ഇസ്ലാമിക ഭരണാധികാരി ക്രൈസ്തവ സന്യാസിനികൾക്ക് സുരക്ഷിതത്വം ഏർപ്പെടുത്തിയത്. അവർ തന്നെ ഏർപ്പെടുത്തിയ എത്ര ലാറ്റിൻ ക്രോണിക്കിൾസ് ഓഫ് ദി ക്രൂസേഡ്സ് എന്ന പുസ്തകം, ഈ ചരിത്ര സാക്ഷ്യങ്ങൾ, ലാറ്റിൻ ക്രോണിക്കിൾസ് ഓഫ് ദി ക്രൂസേഡ്സ് എന്ന പുസ്തകം, ഞാൻ ധാരാളം ചരിത്രരേഖകൾ അവരുടെ കയ്യിലുണ്ട്. 1191 അക്ര യുദ്ധം. ഗർഭിണികൾക്ക് പ്രത്യേകമായി, അതായത് യുദ്ധം നടന്നപ്പോൾ ഗർഭിണികൾ എന്ത് ചെയ്തു എന്നറിയാം. നഗരത്തിന് പുറത്തേക്ക് വന്ന ഗർഭിണികൾ മരുഭൂമിയിൽ അലയുന്ന വിവരം കിട്ടിയപ്പോൾ അത്തരം ഗർഭിണികൾക്ക് താമസിക്കാനുള്ള മരുഭൂമിയിൽ എന്ത് ചെയ്തു, പ്രത്യേകമായ ടെൻറ്റുകൾ ഉണ്ടാക്കി, ഭക്ഷണം ഉണ്ടാക്കി അവരൊക്കെ സഹായിക്കാനുള്ള. 3-ാം കുരിശുദ്ധ കാലത്ത്, 2-ാം കുരിശുദ്ധ എല്ലാം തോറ്റ് പരാജയപ്പെട്ട് തിരിച്ചുപോയി. സലാഹുദ്ദീൻ്റെ കാലത്ത് തന്നെ അവർ 3-ാം കുരിശുദ്ധത്തിന് ഈ ദയയെല്ലാം കാണിച്ചിട്ടും അവർ പോയി വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ അവരെ കൂട്ടത്തിൽ വന്ന ആളുകൾക്ക് വരെ സുൽത്താൻ സലാഹുദ്ദീൻ അഭയം നൽകി.
സ്ത്രീകളാണെങ്കിൽ അവരോട് കരുണ കാണിക്കാൻ, ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടവർ, ഭർത്താക്കന്മാർ എവിടെയാണെന്ന് അറിയാത്ത ഗർഭിണികൾ, അങ്ങനെ ധാരാളം സ്ത്രീകളുണ്ടായിരുന്നു. അവർക്കായി പ്രത്യേക താൽക്കാലിക കൂടാരങ്ങൾ, ടെന്റുകൾ അദ്ദേഹം നിർമ്മിച്ചു നൽകി. ആവശ്യമായ ആഹാരങ്ങൾ നൽകി. വനിതാ ഡോക്ടർമാരുടെ സഹായം ഉറപ്പുവരുത്തി. യുദ്ധത്തിൻ്റെ കഠിനമായ സാഹചര്യം സ്ത്രീകളുടെ മാനുഷികാവകാശങ്ങൾക്ക് സലാഹുദ്ദീൻ പ്രത്യേകമായ സംരക്ഷണം ഏർപ്പെടുത്തി. ഹിസ്റ്ററി ഓഫ് സലാഹുദ്ദീൻ, ദ റയർ എക്സലന്റ് ഹിസ്റ്ററി ഓഫ് സലാഹുദ്ദീൻ എന്നൊരു പുസ്തകമുണ്ട്. ദ റയർ എക്സലന്റ് ഹിസ്റ്ററി ഓഫ് സലാഹുദ്ദീൻ എന്ന പുസ്തകം. ആ പുസ്തകം ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1187-88 ട്രിപ്പോളിയിൽ അതിർത്തി മേഖലയിൽ ഹിത്തിൻ യുദ്ധത്തിൽ കുരിശുദ്ധക്കാരുടെ സൈന്യം പൂർണ്ണമായി തകർന്നപ്പോൾ പല പ്രഭുക്കന്മാരും ഭാര്യമാരും മക്കളെയും കോട്ടകളിൽ ഉപേക്ഷിച്ച് ജീവനം കൊണ്ടുപോയി. പിന്നെ ഈ പെണ്ണുങ്ങളെയും കുട്ടികളെയും യൂറോപ്പിലേക്ക് സുരക്ഷിതമായി തിരിച്ചെത്തിയത് സുൽത്താൻ സലാഹുദ്ദീനാണ്. അല്ലാത്ത സാഹചര്യം വേറൊരാളാണെങ്കിൽ എന്താ, അവരവരുടെ വീടുകളിലെ വെപ്പാട്ടികളാക്കി നിർത്തും, അടിമക്കുട്ടികളാക്കി മാറ്റും. അതൊക്കെ പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലാണ് അതൊക്കെ സംഭവിക്കുന്നത്. യൂറോപ്യന്മാർ ഇതിനൊക്കെ യൂറോപ്യന്മാർ പിന്നീടും യൂറോപ്യന്മാർ ഓരോ ഘട്ടത്തിലും അടിമകളാക്കി പിടിച്ചുകൊണ്ടത് ഏഷ്യൻ മക്കളെയാണ്, ഈ ആഫ്രിക്കൻ മക്കളെയാണ്. അവർ അടിമകളാകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ഏഷ്യക്കാർ അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു ഗാന്ധിജിയെ പോലത്തെ ഒരു മനുഷ്യനെ, സലാഹുദ്ദീനെ പോലത്തെ ഒരു മനുഷ്യനെ ഒരു 5000 കൊല്ലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ യൂറോപ്പിലില്ല. യൂറോപ്പ് ലോകത്തിന് ഒരു മാതൃകായോഗ്യനായ മനുഷ്യനെ കൊടുത്തിട്ടേ ഇല്ല. നിങ്ങൾ എണ്ണി, അങ്ങനെ ഒരു മനുഷ്യനെ യൂറോപ്പ് തിരിച്ചു കൊടുത്തിട്ടില്ല ലോകത്തിന്. അവർക്കിന് കഴിയൂല, അവർക്ക് അങ്ങനത്തെ ഒരു സാഹചര്യമില്ല. എന്തുകൊണ്ട്? ആത്മീയത എന്ന സംഗതി അവരുടെ മനസ്സിൽ ഇല്ല. തന്നെ കാരണം ഇതൊക്കെ ഉണ്ടാക്കിയ ആത്മീയതയാണ്. ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട പെണ്ണുങ്ങളെയും കുട്ടികളെയും കണ്ടപ്പോൾ അവരെ തടവുകാരാക്കുന്നതിന് പകരം സുൽത്താന്റെ നിർദ്ദേശപ്രകാരം ഒരു പ്രത്യേകമായ കൂടാരങ്ങളും ഭക്ഷണം നൽകി സംരക്ഷിച്ചു. പിന്നീട് ഈ സ്ത്രീകൾ അവരുടെ ബന്ധുക്കളുടെ അടുത്തേക്കോ അല്ലെങ്കിൽ സുരക്ഷിതമായ ക്രൈസ്തവ നഗരങ്ങളിലേക്കോ എത്തിക്കാൻ സലാഹുദ്ദീൻ സ്വന്തം ചെലവിൽ വാഹനങ്ങളും സൈനിക കാവലും ഏർപ്പെടുത്തി. പുരുഷന്മാർ യുദ്ധം തോറ്റോടിയപ്പോഴും അവിടുത്തെ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഒരു ഭരണാധികാരി എന്ന നിലയിൽ സലാഹുദ്ദീൻ ഉറപ്പുവരുത്തി. അങ്ങനെ പല 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 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന് സമാനമായ ചില സംഭവങ്ങൾ ഈ ഇദ്ദേഹത്തിനുണ്ട്. നമ്മുടെ മൈസൂരിലെ എന്താ പറയുക, ടിപ്പു സുൽത്താനുണ്ട്. ഒരു നഗരം, ഒരു കോട്ട എന്നെ പിടിച്ചടക്കി കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ തൊട്ടുപോകുന്ന നിയമം. ഹൈദർ അലിയുടെ സൈനിക കമാൻഡർ ഒരു ഹിന്ദുവായ രാജാവിൻ്റെ മകളെ പിടിച്ചു എന്ന കാരണത്താൽ സൈനിക തലവനെ ടിപ്പു സുൽത്താൻ വെടിവെച്ചുണ്ട്. ഒരു മുസ്ലിമായ സൈനിക കമാൻഡറെ വെടിവെച്ചൊന്നു ഒരു ഹിന്ദു പെൺകുട്ടിയുടെ കൈ പിടിച്ച കാരണത്താൽ. അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അതിനൊക്കെ കാരണം എന്താ? മതം. അതാണ് മതം, അതാണ് ശുദ്ധമായ മതം. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇവരൊക്കെ ഇവരാക്കിയതെന്താ? മതം, ശുദ്ധമായ മതം, നാട്യങ്ങളില്ലാത്ത മതം. ഇന്ന് മതം നാട്യമായി മാറി. ഹിസ്റ്ററി ഓഫ് ദ ക്രൂസേഡ്സ് എന്ന പുസ്തകം റൺസിമാൻ്റെ റൺസിമാൻ്റെ ഈ പുസ്തകത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിസ്റ്ററി ഓഫ് ദി ക്രൂസേഡ്സ്. സലാഹുദ്ദീൻ അയ്യൂബി ഒരു മാതൃകാ പുരുഷനായും ധീരയോദ്ധാവായും അംഗീകരിച്ചിരുന്നു യൂറോപ്പ് എന്നത് മാത്രമല്ല, ചരിത്രത്തിലെ കൗതുകരമായ വസ്തുതയാണ് സ്വന്തം മതത്തെയും രാജ്യത്തെയും തകർത്ത ശത്രുവായിട്ടും മധ്യകാലം മുതൽ ആധുനിക കാലം വരെയുള്ള യൂറോപ്യൻ ചരിത്രകാരന്മാരും സാഹിത്യകാരന്മാരും അങ്ങേയറ്റം പ്രശംസിച്ച വ്യക്തി സുൽത്താൻ സലാഹുദ്ദീനാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സുൽത്താൻ സലാഹുദ്ദീനെ കുറിച്ചുള്ള ജീവിക്കുന്ന ചരിത്ര ശകലങ്ങളായിരിക്കാം ഇത്രയേറെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ മനസ്സ് യൂറോപ്പിന് കൊടുത്തത് എന്നാണ് മനസ്സിലാവുന്നത്. സലാഡിൻ്റെ പൊളിറ്റിക്സ് ഓഫ് ദ ഹോളി വാർ എന്നൊരു പുസ്തകമുണ്ട്. കേംബ്രിഡ്ജ് സർവകലാശാലയാണ് ആ പുസ്തകം പുറത്തിറക്കിയത്. സലാഡിൻ ദ പൊളിറ്റിക്സ് ഓഫ് ദി ഹോളി വാർ എന്ന പുസ്തകം കേംബ്രിഡ്ജ് സർവകലാശാല പുറത്തിറക്കിയ പ്രധാനപ്പെട്ട ഒരു ആധികാരികമായ പഠനമാണ്. ആ പുസ്തകത്തിൽ ഇതിന് സമാനമായ ധാരാളം സംഭവങ്ങൾ എന്താ പറയുക സുൽത്താൻ സലാഹുദ്ദീനെ പറ്റി. ഇതാണ് ആ പുസ്തകത്തിൻ്റെ ഫ്രണ്ട് പേജ്. സലാഡിൻ ദി പൊളിറ്റിക്സ് ഓഫ് ദി ഹോളി വാർ എന്ന പുസ്തകം. എന്താണ് പുസ്തകത്തിൽ പറയുന്നത് നോക്കുക. ഈ പുസ്തകം പറയുന്നത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ആധികാരികമായി പുറത്തിറക്കിയ പുസ്തകമാണത്. സുൽത്താൻ സലാഹുദ്ദീൻ ആ പുസ്തകത്തിൻ്റെ ഫ്രണ്ട് പേജാണ് ഈ കാണുന്നത്. സലാഡിൻ ദി പൊളിറ്റിക്സ് ഓഫ് ദി ഹോളി വാർ എന്ന പുസ്തകത്തിൻ്റെ ഫ്രണ്ട് പേജാണ് ഈ പുസ്തകം. ഇത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. എന്താണ് ഈ പുസ്തകത്തിൽ പറയുന്നത് നോക്കൂ. യൂറോപ്യൻ നാടോടിപ്പാട്ടുകളിലും തെരുവ് ഗീതങ്ങളിലും സലാഹുദ്ദീൻ അയ്യൂബി ഒരു ഐതിഹാസിക വീരപുരുഷനായി മാറിയത് ചരിത്രത്തിലെ ഏറ്റവും അപൂർവമായൊരു പ്രതിഭാസമാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുരിശുദ്ധക്കാർ ഇവിടെ വന്നത് എന്തിനാണെങ്കിലും അവർക്കൊരു മനുഷ്യനെ പരിചയപ്പെടാൻ കഴിഞ്ഞു. അത് യൂറോപ്പിന് സ്വാതന്ത്ര്യം കൊടുത്തു. ആ സ്വാതന്ത്ര്യം പിന്നീട് യൂറോപ്പ് ശരിയായി ഉപയോഗിച്ചില്ല, അത് വേറെ തെറ്റ്. അത് ശരി.
ഇപ്പൊ ഗാന്ധിജി എന്നൊരു മനുഷ്യനെ പരിചയപ്പെട്ടതിൽ നിന്ന് യൂറോപ്പിന് മാറാമായിരുന്നു, പക്ഷെ അവർ മാറിയില്ല. അത് വേറെ തെറ്റ്. പക്ഷേ ഈ മനുഷ്യനെ പരിചയപ്പെടാൻ ഒരു അവസരം പഠിച്ചുണ്ടാക്കി കൊടുക്കുക. അന്ന് മുതൽ 12ാം നൂറ്റാണ്ടിലായി ഇന്നും 21ാം നൂറ്റാണ്ടിലും ഈ പ്രക്രിയ തുടർന്നു പോകുന്നുണ്ട്. ഇഷ്ടംപോലെ നാടകങ്ങൾ, തെരുവ് നാടകങ്ങൾ, തെരുവ് ഗീതങ്ങൾ, നാടോടിപ്പാട്ടുകൾ, നോവലൊക്കെ 21ാം നൂറ്റാണ്ടിൽ ഈ മനുഷ്യനെ പറ്റിയിട്ടുണ്ടായിട്ടുണ്ട്. എത്ര കൊല്ലത്രേ ഈ മനുഷ്യൻ 12ാം നൂറ്റാണ്ടിലാണ് മരിക്കുന്നത്. മനസ്സിലാണ്ട് പറഞ്ഞത്. നമ്മൾ ജീവിക്കുന്നത് 21ാം നൂറ്റാണ്ടിൽ. ഈ കാലം മുഴുവനും യൂറോപ്പിലെ നാടോടിപ്പാട്ട്, കഥ, കവിത, നോവൽ, ഇന്ന് സിനിമകൾ, എത്ര സിനിമകൾ. മധ്യകാല യൂറോപ്പിൽ നാടോടിപ്പാട്ടുകളുടെ പ്രധാനപ്പെട്ട പ്രമേയം നൈറ്റ്രംബ്ലേഴ്സിലെ ധീരതയും കായിക മര്യാദയുമായിരുന്നു. എന്നാൽ യൂറോപ്യൻ ഗായകർ തങ്ങളുടെ പാട്ടുകളിൽ സ്വന്തം രാജാക്കന്മാരെക്കാൾ വലിയ ചാർത്തി നൽകിയത് സെലാഡിനാണ്. യുദ്ധക്കളത്തിൽ വീണ്ടുപോയ ശത്രുവിന് കുതിരയെ സമ്മാനിച്ചു. റിച്ചാർഡ് രാജാവിന്, അതേ റിച്ചാർഡ് രാജാവിന് രോഗം വന്നപ്പോൾ മരുന്നും ഐസും കൊടുത്തയച്ചു. എത്ര വീരഗാഥകളാണ് സലാഹുദ്ദീനെ പറ്റി. ക്രൈസ്തവ യോദ്ധാക്കൾക്ക് പോലും പുണ്യവാളൻ, ഒരു സെയിൻറ്റ് എന്ന നിലയിലാണ് പിൽക്കാലഘട്ടത്തിൽ. സെയിൻറ്റ് ഫ്രാൻസിസിനെ പോലെ ഒരു പക്ഷേ അതിനേക്കാളോ യൂറോപ്പ് ബഹുമാനിച്ച് ആദരിച്ച് പാടി നടന്ന ആൾ സലാഹുദ്ദീനാണ്. എത്രയോ നാടോടിപ്പാട്ടുകൾ, സോങ്സ് ഓഫ് ജെറൂസലേംസ് പൂവർ, ജെറൂസലേമിലെ പാവപ്പെട്ടവനെ കുറിച്ചുള്ള പാട്ടുകൾ. ഏറ്റവും 1187 ജെറൂസലേം കീഴടക്കി സലാഹുദ്ദീൻ കാണിച്ച ഉദാരത. പാട്ടുകളിലെ നഗരം വിട്ടുപോകാൻ ക്രൈസ്തവർക്ക് മോചനദ്രവ്യം നിശ്ചയിച്ചിരുന്നെങ്കിലും പണമില്ലാത്ത 10,000-കണക്കിന് ദരിദ്രരും അനാഥരുമായ സ്ത്രീകളും കുട്ടികളും അവിടെ ഉണ്ടായിരുന്നു. സ്വന്തം മത നേതാക്കൾ പോലും പാവപ്പെട്ടവരെ കൈവിട്ടപ്പോൾ ശത്രുവായ സുൽത്താൻ തൻ്റെ ഖജനാവ് തുറന്ന് അവർക്ക് പണം നൽകി മോചിപ്പിച്ചതും സ്വന്തം ചുമലിൽ കുട്ടികളെ താങ്ങി സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിച്ചതും ഗായകർ ഈ പാട്ടുകളിലൂടെ ഏറ്റുപാടി. കത്തോലിക്ക പ്രഭുക്കന്മാർ പണത്തോട് ആർത്തി കാണിച്ചപ്പോൾ സലാഹുദ്ദീൻ ആത്മത്യാഗം ചെയ്ത യഥാർത്ഥ ഭരണാധികാരിയായി ഈ പാട്ടുകളിൽ തിളങ്ങി നിന്നു. സലാഹുദ്ദീൻ്റെ മരണം മുഴുവനും മുസ്ലിം ചരിത്രത്തിലുള്ളതിനേക്കാൾ കൂടുതലുള്ളത് യൂറോപ്പിൻ്റെ. സലാഹുദ്ദീൻ മരിക്കുമ്പോൾ പെട്ടി തുറക്കുന്നുണ്ട്. ആളുകൾ വന്നിട്ട് പെട്ടി തുറന്നു നോക്കുക. പെട്ടി തുറക്കുമ്പോൾ ഉള്ളത് ഒരു സ്വർണ്ണ നാണയം, 47 വെള്ളി നാണയം. അതായത് മയ്യത്ത് കർമ്മം നടത്താൻ തികയൂല. ഒരു മന്ത്രി കടം കൊടുക്കുക ഇങ്ങനെ കുടുംബത്തിന്. സലാഹുദ്ദീൻ്റെ പെട്ടി തുറന്നു നോക്കുകയാണ്. പെട്ടി തുറന്നു നോക്കുമ്പോൾ ഒരു സ്വർണ്ണ നാണയം, 47 വെള്ളി നാണയം, ആകെ ഉള്ളത് അതാ. ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ലോകം അടക്കി ഭരിച്ച ആളാണ്. ഇതവരെ അത്ഭുതപ്പെടുത്തി. ഈ ചരിത്രങ്ങളൊക്കെ ലോകത്തോട് പറയാം. ഈ ചരിത്രങ്ങളെല്ലാം ലോകത്തോട് പറയാം. ദ ലെജൻഡ് ഓഫ് ദ 3 bags of gold എന്ന ഒരു കഥയുണ്ട്. അതും എന്താ കഥ? ഒരു നാടോടി കവിതയാണ്. ആളുകൾ പാടി നടന്ന നാടോടി കവിതയാണ്. എന്താ ആ കവിതയുടെ പേര്? ലെജൻഡ് ഓഫ് ദി 3 bags of gold. ഒരു ക്രിസ്ത്യൻ തീർത്ഥാടകൻ ജെറൂസലേമിൽ വരിക്കുമ്പോൾ കൊള്ളയടിക്കപ്പെട്ടു. സ്വർണ്ണ നാണയം അടങ്ങുന്ന സഞ്ചി കൊള്ളയടിക്കപ്പെട്ടു. ഈ വിവരം അറിഞ്ഞ സലാഹുദ്ദീൻ്റെ മുന്നിൽ ചെന്നപ്പോൾ സലാഹുദ്ദീൻ 3 സ്വർണ്ണ നാണയത്തിന് സഞ്ചി കൊടുത്തു. എന്തിനാണ് ഇയാൾ പോകുന്നത്? ഇയാൾ മുസ്ലിം അല്ല. ഇയാൾ ആരാണ്? ക്രിസ്ത്യാനിയാണ്. പക്ഷേ അയാളുടെ ആരാധന വീട്ടാൻ വേണ്ടി പോവാണ് ആ മനുഷ്യന്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ സലാഹുദ്ദീൻ ജെറൂസലേം പിടിച്ചടക്കി കഴിഞ്ഞപ്പോൾ യൂറോപ്യൻ രാജാക്കന്മാർ സലാഹുദ്ദീൻ ഒരു കത്തയക്കുന്നുണ്ട്. എന്താ കത്തയക്കുന്നതെന്നറിയോ? പിന്നെ നിങ്ങൾ ജെറൂസലേമിൽ അധികാരം വാണോളൂ, പക്ഷേ അതേ സമയത്ത് പിന്നെ കത്തോലിക്കൻ തീർത്ഥാടകരെ അല്ലാത്ത ആളുകളെ ജെറൂസലേമിലെ പ്രധാനപ്പെട്ട പള്ളികളിൽ ക്രിസ്ത്യാനികൾ വരുന്ന തീർത്ഥാടകർക്ക് പ്രവേശനം കൊടുക്കാൻ പാടില്ല. കത്തോലിക്ക തീർത്ഥാടകർക്ക് അനുമതി കൊടുത്താൽ മതി, മറ്റുള്ള തീർത്ഥാടകർക്ക് അനുമതി കൊടുക്കരുതെന്ന് ക്രിസ്തീയ രാജാക്കന്മാർ തന്നെ കത്തയക്കും. ആർക്ക്? സലാഹുദ്ദീൻ തിരിച്ചയക്കും. ദൈവത്തിൻ്റെ മുന്നിൽ നന്ദി കാണിക്കാനും ആരാധന ചെയ്യാനും വരുന്ന സാധുക്കളായ മനുഷ്യരെ തടയാൻ എനിക്ക് കഴിയൂല. അവർ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നവരാണ്. അവർ ഏത് ക്രിസ്ത്യാനിയായാലും ജൂതനായാലും അതെനിക്ക് കണക്കാണ്. അതായത് അപ്പോൾ ഈ മനുഷ്യന് ആവലാണ് യൂറോപ്യൻ ഭരണാധികാരികൾ ജെറൂസലേമിൽ ഭരണാധികാരിയാവുന്നതിനേക്കാൾ അവർക്ക് ഇഷ്ടം ആരാകലാണ്? സലാഹുദ്ദീൻ ആർക്കും അഭയം കൊടുക്കും. സലാഹുദ്ദീന് താഴ്ന്നവനോ വലിയവനോ ഇല്ല. സലാഹുദ്ദീന് ഓർത്തഡോക്സ് എന്നോ അല്ലെങ്കിൽ കത്തോലിക്കൻ എന്നോ വ്യത്യാസമില്ല. അത് തന്നെ.
ഈ സംഭവമാണ് ദി ലെജൻഡ് ഓഫ് ദി 3 bags of gold എന്ന അതൊരു നാടോടി പാട്ടാണ്. അത് നൂറുകണക്കിന് വർഷങ്ങൾക്ക് യൂറോപ്യൻ ക്രിസ്ത്യാനികൾ പാടി നടന്ന നാടോടി പാട്ട്. നമ്മൾ തച്ചോളി ഓതേനെ പറ്റിയൊക്കെ നമുക്ക് നാടോടി പാട്ടുണ്ടല്ലോ, അതേപോലെ നാടോടി പാട്ടായി പാടി നടന്ന ഒരു സംഭവമാണത്. ദി ബാലഡ് ഓഫ് ദ എംപ്റ്റി ട്രഷറി. സലാഹുദ്ദീൻ മരിക്കുമ്പോൾ സലാഹുദ്ദീൻ്റെ പക്കൽ ആകെ ഉണ്ടായിരുന്നത് ഒരു സ്വർണ്ണ നാണയമാണെന്ന്. ദി ബാലഡ് ഓഫ് ദ എംപ്റ്റി ട്രഷറി എന്ന ഒരു, മനസ്സിലായില്ലേ പറഞ്ഞത്? ഒന്നുമില്ല. ഒരു നാടോടി ഗീതം, ദി ബാലഡ് ഓഫ് ദി എംപ്റ്റി ട്രഷറി. ഒരു എന്താ പറയുക, ഒരു നാടൻ പാട്ട്, ബെല്ലാഡ്സ്, നാടൻ പാട്ട്. എന്തിനെക്കുറിച്ചുള്ള? ഓഫ് ദി എംപ്റ്റി ട്രഷറി, ഖജനാവ് ശൂന്യമാണ് എന്നതിനെക്കുറിച്ചുള്ള നാടൻ പാട്ട്. ഇതൊക്കെ യൂറോപ്പ് പാടി. 1193 സലാഹുദ്ദീൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പക്കൽ ഒരു സ്വർണ്ണ നാണയം പോലും അവശേഷിച്ചിരുന്നതനുസരിച്ച് നാടോടിപ്പാട്ടായി ബാലൻസിൽ ഉൾപ്പെടുത്തി. ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ സുൽത്താനായിട്ടും അദ്ദേഹം മരിച്ചത് പാവപ്പെട്ടവനെ പോലെയാണ്. സ്വന്തം സുഖഭോഗങ്ങൾക്കായി അദ്ദേഹം ഒന്നും മാറ്റിവെച്ചില്ല. യുദ്ധത്തിലും ഭരണത്തിലും ലഭിച്ച സമ്പത്തെല്ലാം ദരിദ്രരായ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ദാനം ചെയ്തു. സ്വന്തം ആഡംബരങ്ങൾക്കായി കൊട്ടാരങ്ങൾ പണിതുയർത്തിയ യൂറോപ്യൻ രാജാക്കന്മാർക്ക് മുന്നിൽ സലാഹുദ്ദീൻ്റെ ഈ ലളിത ജീവിതവും ത്യാഗവും വിളിച്ചു തുറന്നു ഈ ബാലൻസ്. എന്താ ഈ ബാലൻസിൽ പ്രധാനപ്പെട്ട? അദ്ദേഹത്തിൻ്റെ ദയാവായ്പ്, സ്നേഹം. ദി ബാലഡ് ഓഫ് ദ ബ്ലൈൻഡ് പിൽഗ്രിം. ഒരു ക്രുദ്ധനായ കണ്ണ് കാണാത്ത മനുഷ്യനോട് സുൽത്താൻ, അത് വേറൊരു നാടൻ പാട്ടാണ് യൂറോപ്പിൽ പ്രചരിച്ച. 13-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്ത് യൂറോപ്പിൽ പ്രചരിച്ച ഒരു ബാലൻപ്പെട്ടതാണത്. ഇറ്റലി, ഫ്രാൻസിലൊക്കെ ഇത് നാടൻ പാട്ടായിരുന്നു. മധ്യകാല ഇറ്റലിയിലെ തെരുവുകളിൽ ഗായകർ പാടി നടന്നതിൽ പ്രശസ്തമായ ഗീതമാണിത്. യൂറോപ്പിൽ നിന്ന് ജെറൂസലേം ലക്ഷ്യമാക്കി യാത്ര തിരിച്ച കണ്ണു കാണാത്തൊരു പാവപ്പെട്ട ക്രിസ്ത്യൻ വൃദ്ധൻ വഴിതെറ്റി മുസ്ലിം സൈന്യത്തിൻ്റെ അതിർത്തിയിൽ എത്തിപ്പെടുന്നു. ശത്രുപക്ഷത്തെ സൈനികർ ഇയാളെ ചാരനാണെന്ന് സംശയിച്ച് സുൽത്താൻ്റെ മുന്നിൽ ഹാജരാക്കി. തൻ്റെ മുന്നിൽ വിറച്ചു നിൽക്കുന്ന വൃദ്ധൻ്റെ നിസ്സഹായാവസ്ഥ കണ്ട സലാഹുദ്ദീനെ മനസ്സറിഞ്ഞു സുൽത്താൻ തൻ്റെ സിംഹാസനത്തിൽ എഴുന്നേറ്റ് ആ വൃദ്ധനെ ആശ്വസിപ്പിച്ചു. തുടർന്ന് ആ വൃദ്ധന് വിശുദ്ധ നഗരത്തിൽ പോയി പ്രാർത്ഥിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ക്രിസ്ത്യാനിയായ വൃദ്ധന്, ഈ ബ്ലൈൻഡായ വൃദ്ധന് സുൽത്താൻ സലാഹുദ്ദീൻ സ്വന്തം ചെലവിൽ ഒരുക്കി നൽകി കൊടുത്തു. ആ വൃദ്ധൻ തൻ്റെ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ പട്ടിണി കിടക്കാതിരിക്കാൻ ചെലവിനുള്ള എല്ലാ പണവും വസ്ത്രങ്ങളും സലാഹുദ്ദീൻ ദാനമായി നൽകി. സ്വന്തം നാട്ടിലെ ഭരണാധികാരികൾ പോലും തിരിഞ്ഞു നോക്കാത്ത പാവപ്പെട്ടവർക്ക് ശത്രുവായ സുൽത്താൻ തണലായി മാറിയത് ഈ പാട്ടിലൂടെ യൂറോപ്യൻ തെരുവുകളിൽ ഈ ബാലൻസിൻ്റെ കൂട്ടത്തിൽ, തെരുവ് പാട്ടുകളുടെ കൂട്ടത്തിൽ പാടി നടന്നു 13-ാം നൂറ്റാണ്ട്. അങ്ങനെ ധാരാളം